പണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത്. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമ്മുടെ പക്കൽ ആവശ്യത്തിന് പണമുണ്ടാകണമെന്നും അതുവഴി യാതൊരു ടെൻഷനുമില്ലാതെ ജീവിതം നയിക്കണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ഒരുപാട് ആളുകൾ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു, ഒരുപാട് പണം സമ്പാദിക്കുന്നു. എങ്കിലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ അവർക്ക് കഴിയുന്നില്ല. യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം വരുന്നത് കൂടുതൽ പണം സമ്പാദിക്കുന്നതിലൂടെയല്ല, മറിച്ച് പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുന്നതിലൂടെയാണെന്ന് മനോജ് അറോറ പറയുന്നു. അതായത് നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിലല്ല ഇത് നിലനിൽക്കുന്നത്, മറിച്ച് ആ പണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുമുള്ളതിലാണ്. ആലോചിച്ചു നോക്കൂ, നമ്മൾ പണം ചെലവാക്കുമ്പോൾ നമുക്ക് ഉടൻ തന്നെ സന്തോഷം ലഭിക്കുന്നു. എന്നാൽ നമ്മൾ പണം ലാഭിക്കുമ്പോൾ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ഇതാണ് നമ്മുടെ ചിന്താഗതിയിലെ ഏറ്റവും വലിയ തെറ്റ്. ലാഭിക്കുന്ന ഓരോ പണത്തെയും വെറുമൊരു നോട്ടായോ നാണയമായോ കാണാതെ ഒരു പടയാളിയെപ്പോലെ കാണണമെന്ന് അറോറ പറയുന്നു. ഈ ചെറിയ ചെറിയ പടയാളികൾ ഒത്തുചേർന്ന് ഭാവിയിൽ നമുക്കായി പോരാടും. നിങ്ങൾ 10 രൂപ ലാഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കായി ഒരു ചെറിയ സിപ്പായിയെ നിയമിച്ചുവെന്ന് കരുതുക. ഈ പടയാളികൾ നിശബ്ദമായി ജോലി ചെയ്തുകൊണ്ടിരിക്കും. സമയം വരുമ്പോൾ അവർ നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കിത്തരും. ഈ ചിന്താഗതിയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ താക്കോൽ. കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും കൂടുതൽ സമ്പാദിക്കാനും കൂടുതൽ ചെലവാക്കാനുമാണ് നമ്മുടെ സമൂഹം പലപ്പോഴും പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഓട്ടത്തിനിടയിൽ പണം സമ്പാദിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ശരിയായ രീതിയിൽ ലാഭിക്കുന്നതിലൂടെയും നിക്ഷേപിക്കുന്നതിലൂടെയുമാണ് പണം വളരുന്നതെന്ന് നമ്മൾ മറന്നുപോകുന്നു. നിങ്ങളുടെ കയ്യിൽ മാസാവസാനം 2000 രൂപ ബാക്കിയുണ്ടെന്ന് കരുതുക. നിങ്ങളത് ബാങ്ക് അക്കൗണ്ടിൽ മാത്രമിട്ടാൽ അത് വലിയ ഗുണമൊന്നും ചെയ്യില്ല. എന്നാൽ ഈ 2000 രൂപ ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ചാൽ അത് പതുക്കെ വർദ്ധിച്ച് ഭാവിയിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകിയേക്കാം. ഇതാണ് പണം ലാഭിക്കുന്നതിനെ ഒരു പടയാളിയായി കാണുന്നതിന്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങൾ പണം ലാഭിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക സൈന്യത്തെ നിർമ്മിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ശമ്പളം കുറവാണെന്നും ചെലവുകൾ കൂടുതലാണെന്നും പരാതിപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി ശമ്പളം വർദ്ധിപ്പിക്കുന്നതല്ല, മറിച്ച് ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. 20,000 രൂപ ശമ്പളമുള്ള ഒരാൾ 5,000 രൂപ ലാഭിക്കുന്നുണ്ടെങ്കിൽ അയാൾ 1,00,000 രൂപ ശമ്പളമുണ്ടായിട്ടും 1 രൂപ പോലും ലാഭിക്കാത്ത ആളേക്കാൾ ബുദ്ധിമാനാണ്. അവസാനം വിജയിക്കുന്നത് തന്റെ പടയാളികളെ കൂടുതൽ ശക്തമാക്കിയവൻ തന്നെയാണ്. പണത്തോടുള്ള മനോഭാവം മാറ്റുക എന്നതിനർത്ഥം മുൻഗണനകൾ മാറ്റുക എന്നതാണ്. ഷോപ്പിംഗ് നടത്തുമ്പോൾ ഈ പണം ചെലവാക്കുന്നത് എനിക്ക് താൽക്കാലിക സന്തോഷം നൽകുമെന്നും എന്നാൽ അത് ലാഭിക്കുന്നത് ഭാവിയിൽ എനിക്ക് സ്ഥിരമായ സമാധാനം നൽകുമെന്നും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. പതുക്കെ നിങ്ങൾ കാണും നിങ്ങളുടെ കയ്യിൽ പണത്തിനു കുറവില്ലെന്നും പണത്തിനൊരു സമൃദ്ധി അനുഭവപ്പെടുന്നുവെന്നും. പണത്തെ ബഹുമാനിക്കുക എന്നതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പടി എന്ന് അറോറ പറയുന്നു. ഓരോ രൂപയുടെയും വില നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നിങ്ങളത് ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നത്. വെറും 50 രൂപയല്ലേ, ഇതിൽ എന്ത് മാറ്റം വരാനാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഈ ചെറിയ തുകകൾ ചേർന്നാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ദിവസവും 50 രൂപ മാത്രം ലാഭിക്കുന്നു എന്ന് കരുതുക. വർഷാവസാനം ഇത് 18,250 രൂപയാകും. ഈ പണം നിക്ഷേപിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കായി ജോലി ചെയ്യുന്ന പടയാളികളായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉടൻ സന്തോഷം നേടാനുള്ള ആഗ്രഹം നിയന്ത്രിക്കുക എന്നതാണ്. പുതിയ മൊബൈലോ ബ്രാൻഡഡ് വസ്ത്രങ്ങളോ വലിയ വിനോദയാത്രകളോ ഉടൻ വേണമെന്ന് ഇന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോ തവണയും ഈ ആഗ്രഹം പൂർത്തിയാക്കാൻ ക്രെഡിറ്റ് കാർഡിനെയോ വായ്പയെയോ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിയിലെ പടയാളികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കടം നിങ്ങളുടെ സാമ്പത്തിക സൈന്യത്തെ ദുർബലമാക്കുന്നു. ഇതിന് വിപരീതമായി നിങ്ങൾ ക്ഷമയോടെ പണം ലാഭിച്ച് ഭാവിയിൽ അതേ വസ്തുക്കൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശക്തമായ ഒരു സൈന്യത്തെയാണ് കെട്ടിപ്പടുക്കുന്നത്. പണത്തോടുള്ള മനോഭാവത്തിന്റെ മറ്റൊരു വശം പരോക്ഷ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. ശമ്പളം അല്ലെങ്കിൽ ബിസിനസ് വരുമാനം പോലുള്ള സജീവ വരുമാനത്തെ മാത്രം നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ പടയാളികൾ നിങ്ങൾക്കായി ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ, അതായത് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് പലിശയോ ലാഭവിഹിതമോ വാടകയോ വരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശരിക്കും സ്വതന്ത്രനായി മാറും. പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ രസം വരുന്നത്. ലാഭിക്കുന്ന ഓരോ രൂപയെയും പടയാളിയായി കാണുന്നത് നിങ്ങളെ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ചിന്ത മാറ്റുക എന്നത് അത്ര ബുദ്ധിമുട്ടല്ല, അതിന് കുറച്ച് അവബോധം വേണം. നിങ്ങളുടെ ചെലവുകളുടെ പട്ടിക തയ്യാറാക്കുക. ആവശ്യമില്ലാത്ത ചെലവുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആ പണം ലാഭിച്ച ശേഷം നിക്ഷേപിക്കുക. തുടക്കത്തിൽ ചെറിയ തുകകളായിരിക്കാം, പക്ഷേ പതുക്കെ അവ വലിയ തുകകളായി മാറും. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാവുക എന്നതല്ല, മറിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ സമ്മർദ്ദമില്ലാതെ നിറവേറ്റാൻ കഴിയുന്ന അത്രയും പണം ഉണ്ടാവുക എന്നതാണ്.
പണം പടയാളികളെപ്പോലെ നിയമിച്ചു തുടങ്ങിയാൽ അത് സാധ്യമാകും. ചെലവാക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കും. ലാഭിക്കുമ്പോൾ സന്തോഷം തോന്നും. നിക്ഷേപിക്കുമ്പോൾ ആവേശമുണ്ടാകും. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തന്റെ ജീവിതം സുഗമമായി നടക്കണമെന്നും സ്വപ്നങ്ങൾ നിറവേറ്റാൻ പണം വേണമെന്നുമാണ്. എന്നാൽ പലപ്പോഴും ശമ്പളം വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് തീരുന്നു. പണം പ്ലാൻ ഇല്ലാതെ ചെലവാക്കുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് 5-0-3-0-2-0 എന്ന രീതിയിൽ ബജറ്റ് തയ്യാറാക്കണമെന്ന് മനോജ് അറോറ പറയുന്നു. നിങ്ങളുടെ വരുമാനത്തെ 3 ഭാഗങ്ങളായി തിരിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. 50% നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കണം. വാടക, വൈദ്യുതി ബിൽ, ഭക്ഷണം, കുട്ടികളുടെ ഫീസ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. രണ്ടാമത്തെ ഭാഗം, അതായത് 30%, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുള്ളതാണ്. സിനിമ കാണുകയോ ഷോപ്പിംഗ് നടത്തുകയോ യാത്ര ചെയ്യുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടാം. ജീവിതം ആസ്വദിക്കുന്നതും പ്രധാനമാണെന്ന് അറോറ പറയുന്നു. മൂന്നാമത്തെ ഭാഗമായ 20%-മാണ് ഏറ്റവും പ്രധാനം. ഇത് സമ്പാദ്യത്തിനും നിക്ഷേപത്തിനുമുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ പടയാളികൾ. 50,000 രൂപ ശമ്പളത്തിൽ 10,000 രൂപ ഓരോ മാസവും നിക്ഷേപിച്ചാൽ വർഷത്തിൽ അത് 1,20,000 രൂപയാകും. 10-15 വർഷത്തിനു ശേഷം ഇത് വലിയൊരു തുകയായി മാറും. കൃത്യമായ അച്ചടക്കം ഇതിനാവശ്യമാണ്. പലരും ഇടയ്ക്ക് വെച്ച് ഇത് നിർത്താറുണ്ട്. പക്ഷേ സ്ഥിരതയോടെ മുന്നോട്ടു പോയാൽ മാത്രമേ ഫലം ലഭിക്കൂ. ഒരു ചെറിയ വിത്ത് വലിയ മരമാകുന്നതുപോലെയാണ് കൂട്ടുപലിശയുടെ കരുത്ത്. ചെറിയ തുകകൾ ദീർഘകാലം കൊണ്ട് വലിയ സമ്പാദ്യമായി മാറും. മനോജ് അറോറ പറയുന്നത് എത്ര നേരത്തെ നിക്ഷേപം തുടങ്ങുന്നുവോ അത്രയും വലിയ ലാഭം ലഭിക്കുമെന്നാണ്. മാസവും 500 രൂപ മാത്രം നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. 30 വർഷം കൊണ്ട് 12% ലാഭം കണക്കാക്കിയാൽ 55 വയസ്സിൽ നിങ്ങൾക്ക് 17 ലക്ഷം രൂപ ലഭിക്കും. പണത്തെ സമ്പാദിക്കുന്ന രീതിയാണിത്. രാഹുൽ എന്ന വ്യക്തി 25 വയസ്സിൽ നിക്ഷേപം തുടങ്ങി 35 വയസ്സിൽ നിർത്തിയെന്ന് കരുതുക. മോഹിത് എന്ന വ്യക്തി 35 വയസ്സിൽ തുടങ്ങി 55 വയസ്സുവരെ നിക്ഷേപിച്ചുവെന്നും കരുതുക. മോഹിത് കൂടുതൽ പണം നിക്ഷേപിച്ചെങ്കിലും രാഹുലിനാണ് കൂടുതൽ ലാഭം ലഭിക്കുക. കാരണം അയാൾ നേരത്തെ തുടങ്ങി എന്നതാണ്. സമയം ഏറ്റവും വലിയ ഘടകമാണ്. വരുമാനം കുറവാണെന്ന് കരുതി നിക്ഷേപം മാറ്റിവെക്കരുത്. തുടക്കത്തിൽ ലാഭം കുറവായി തോന്നുമെങ്കിലും 15 വർഷത്തിനു ശേഷം വളർച്ച വേഗത്തിലാകും. പണം ഇടയ്ക്ക് വെച്ച് പിൻവലിക്കരുത്. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. വാരൻ ബഫറ്റിനെപ്പോലെയുള്ള ലോകത്തിലെ വലിയ നിക്ഷേപകർ സമ്പന്നരായത് ഈ രീതിയിലൂടെയാണ്. നേരത്തെ തുടങ്ങുക, സ്ഥിരത പുലർത്തുക, ക്ഷമയോടെ കാത്തിരിക്കുക. ശമ്പളം കൂടുമ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ശമ്പളം കൂടുമ്പോൾ ചെലവുകൾ അതിനേക്കാൾ വേഗത്തിൽ കൂടുന്ന അവസ്ഥയാണ് മിക്കവർക്കുമുള്ളത്. ഇതിനെയാണ് ജീവിതശൈലിയിലെ അമിതച്ചെലവ് എന്ന് പറയുന്നത്. വരുമാനം കൂടുമ്പോൾ പുതിയ കാറോ വലിയ വീടോ ഉടൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് നമ്മളെ വീണ്ടും കടക്കെണിയിലേക്ക് തള്ളുന്നു. 30,000 രൂപ ശമ്പളത്തിൽ 15,000 രൂപ കൊണ്ട് ജീവിച്ച ഒരാൾ ശമ്പളം 50,000 ആയപ്പോൾ 50,000 രൂപയും ചെലവാക്കുന്നു. ശമ്പളം കൂടുമ്പോൾ സമ്പാദ്യത്തിന്റെ ശതമാനമാണ് കൂട്ടേണ്ടത്. ഓരോ തവണ വരുമാനം കൂടുമ്പോഴും അതിന്റെ വലിയൊരു ഭാഗം നിക്ഷേപത്തിലേക്ക് മാറ്റുക. പുതിയ ആവശ്യങ്ങൾ വരുമ്പോൾ അത് അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കുക. സന്തോഷം കുറച്ചുനേരത്തേക്ക് മാറ്റിവെച്ച് നിക്ഷേപിച്ചാൽ ഭാവിയിൽ വലിയ ആനുകൂല്യം ലഭിക്കും. ജീവിതം പ്രവചനാതീതമാണ്. ജോലി നഷ്ടപ്പെടുകയോ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയോ ചെയ്യാം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ അടിയന്തര നിധി നിർമ്മിക്കണം. 6 മുതൽ 12 മാസത്തെ ചെലവിനുള്ള പണം എപ്പോഴും കൈവശമുണ്ടായിരിക്കണം. പെട്ടെന്ന് ജോലി പോയാലും വീട്ടുവാടകയും മറ്റ് ചെലവുകളും മുടങ്ങാൻ പാടില്ല. ഈ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കരുത്തുകരം എളുപ്പത്തിലെടുക്കാൻ കഴിയുന്ന സേവിംഗ്സ് അക്കൌണ്ടിലോ FDയിലോ ഇടണം. അടിയന്തര നിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കും. നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനു മുൻപ് അടിയന്തര നിധിയുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ചുവട്. ഇത് നിങ്ങളുടെ സുരക്ഷാ കവചമാണ്.